എൻ്റെ ഒരു സുഹൃത്ത് 4ാം ക്ലാസ്സിൽ വെച്ചിട്ട് അവൾ സെക്ഷലി ഹറാസ്ഡായി. അവൾക്കത് പുറത്ത് പറയാൻ ധൈര്യമില്ല. 10ാം ക്ലാസ്സായി അവൾക്ക് ധൈര്യമില്ല. ഡിഗ്രി അവൾക്ക് ധൈര്യമില്ല. അവൾ കല്യാണം കഴിഞ്ഞ അവളുടെ ഭർത്താവിൻ്റെ അടുത്താണ് ആദ്യമായിട്ട് പറയുന്നത്, എനിക്ക് സെക്ഷലി എന്നെ 4ാം ക്ലാസ്സിൽ വെച്ച ഒരാൾ ഹരാസ് ചെയ്തു. അതിനുശേഷം അപ്പോഴത്തേനും ഒരുപാട് വർഷങ്ങളായേ. ഈ വർഷങ്ങൾ കഴിഞ്ഞ് അവൾക്കത് പറയാൻ ധൈര്യം ഉണ്ടായത്. അപ്പോൾ ഞാൻ പത്രത്തിലും പല സ്ഥലങ്ങളിലും കാണുന്ന ഒരു ചർച്ചയാണ്, എന്തുകൊണ്ട് ഈ സ്ത്രീകൾ അപ്പോൾ സംസാരിച്ചില്ല, എന്തുകൊണ്ട് ഈ സ്ത്രീകൾ അപ്പോൾ പ്രതികരിച്ചില്ല എന്ന് പറയുന്നത്. 4ൽ പഠിക്കുന്ന ഒരു കുട്ടിയും 19 വയസ്സുള്ള ഒരു കുട്ടിയും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടെന്ന് പറയാം. പക്ഷെ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ആ സമയത്ത് അവർക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടായില്ല. ഇപ്പോൾ ഇത്ര ഒരു കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ചർച്ചയായപ്പോഴാണ് പലപ്പോഴും പറയാനായിട്ട് പറ്റിയത്. അപ്പോൾ പലപ്പോഴും അപ്പം അടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല, പക്ഷെ പിന്നീട് റിയാക്ട് ചെയ്താലും അത് വാലിഡ് അല്ലേ? വാലിഡാണ്. പക്ഷെ ഇവരെന്താണെന്നറിയാമോ, ഇതിന് തരണം ചെയ്യുന്നു എന്ന് പറയും. ഇതിങ്ങനെ തരണം ചെയ്ത് പോയി നേരെ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും? അവൻ ഒരു വളരെ പ്രതീക്ഷയോടുകൂടി ഒരു കല്യാണം കഴിച്ച് ഒരു പെൺകുട്ടിയുമായിട്ട് ജീവിതം തുടങ്ങാൻ വന്നവനോട് ഈ സെക്ഷൽ ഹരാസ്മെൻറ്റ് നടന്ന കാര്യം അവൾ തുറന്നു പറയുമ്പോഴുള്ള അയാളുടെ മൈൻഡ് എന്തായിരിക്കും? അയാളുടെ ഏതൊരു മനുഷ്യനും തോന്നാവുന്ന രീതിയിലുള്ളൂ. ഫസ്റ്റ് എനിക്ക് ഇതൊന്നും പറ്റില്ല എന്ന് ഇട്ടെറിഞ്ഞു പോവാം. പക്ഷേ അയാൾ നല്ലൊരു മനുഷ്യനാണെങ്കിൽ ചേർത്ത് പിടിക്കണവനാണെങ്കിൽ നല്ലൊരു മനുഷ്യനാണ്. വിട്ടിട്ട് പോണവന് നല്ല മനുഷ്യനല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവൻ്റെ മൈൻഡ് സെറ്റ് അതാ. അപ്പോൾ ഈ പറഞ്ഞത് ഞാൻ പറഞ്ഞു 4ാം ക്ലാസ്സിൽ പഠിക്കാൻ പോട്ടെ, 10th ഓക്കെ, 19 വയസ്സ് ഓക്കെ, അതിലും പറയാൻ പാടില്ലേ? ഞാൻ പറഞ്ഞത്. പക്ഷെ അതിനൊരു ധൈര്യം വേണ്ടേ? നമ്മുടെ സമൂഹം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പെൺകുട്ടി അതാണ് ഏറ്റവും വലിയ തെറ്റ്. തൻ്റെ അച്ഛനും അമ്മയോടും തുറന്നു പറയാൻ പറ്റാത്ത ഇത്രയോ ഇതുള്ള കുട്ടി കല്യാണം കഴിഞ്ഞ് വന്ന ഭർത്താവിനോട് ആദ്യം ചാടി കയറി ഇത് പറയുമോ? അതിനൊരു റീസൺ ഉണ്ടാവും. എന്താ റീസൺ? അപ്പൻ്റെ അമ്മയുടെ അടുത്ത് എന്നിട്ട് ഇത് പറ്റിയെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അവർ ചോദിക്കാൻ പോകുന്നത്, നീ എന്തിനാ സാഹചര്യത്തിൽ പോയി? അപ്പോഴും അവിടെ നിൽക്കുന്ന അമ്മയല്ലേ? അതെ. ആ അമ്മയും കൂടി പെട്ടതാണ് ഈ സ്ത്രീ എന്ന് പറഞ്ഞ സമൂഹം. അതെ. അപ്പൊ അവരിത് പറയുമ്പോൾ ഇത് ആരെ നമ്മൾ കുറ്റം പറയുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, സമൂഹം ഇൻ ജനറൽ സമൂഹം. അങ്ങനെയല്ല. ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ പെൺകുട്ടികളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഈ ജനറേഷനിൽ എല്ലാവരും കംഫർട്ടാണെന്ന് എനിക്ക് തോന്നണം. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ അവിടെ കൊണ്ടുതന്നെ ഒരു നൈറ്റ് ഫുള്ളുള്ളൊരു ഷോപ്പുണ്ട്, കോഫി ഷോപ്പും എല്ലാം കൂടി. ഞാനും വൈഫ് ഞാൻ പരിപാടി ചെയ്യുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന വൈഫുണ്ട്, അപ്പോൾ അങ്ങോട്ട് കാപ്പി കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നേരെ വിളിച്ച് ഞങ്ങൾ പോകും. അവിടെ ചെല്ലുമ്പോൾ പെൺകുട്ടികളൊക്കെ ഉണ്ട്, അവർ കാപ്പി കുടിക്കുന്നു, ചിരിക്കുന്നു, വർത്തമാനം പറയുന്നു, അവർ നേരെ പോകുന്നു. ഒരു പ്രശ്നമില്ല അവർക്ക്. പക്ഷെ ചില സ്ഥലങ്ങളിൽ ചില ഏരിയകളിൽ ഇത് മാത്രം ചിന്തിച്ചിരുന്ന ആൾക്കാരുണ്ടാവും. അതിൽ നമുക്ക് ആരെ പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് എങ്ങനെ തിരുത്താൻ പറ്റുമെന്നൊന്നും അറിയില്ല. എപ്പോഴും സ്ത്രീകൾ പൊതുസമൂഹത്തിൽ എപ്പോഴും കംഫർട്ട് സോണിലാണ് നിൽക്കുന്നത്. എവിടെ ഒരു പ്രശ്നം ഉണ്ടായാലും വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊന്നും ഓടി വരണ്ട. എന്നെ ഒരാൾ ജംഗ്ഷനിലിട്ട് ഇടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയനോ ചേട്ടനോ വന്നം തിരിച്ചിടിക്കാനായിട്ട്. പക്ഷേ നിങ്ങളാരെങ്കിലും ജംഗ്ഷൻ വെച്ചൊന്ന് ഉപദ്രവിച്ച് നിൽക്കണതൊക്കെ നിങ്ങളുടെ ആങ്ങളമാരും എല്ലാവരും ഇടപെട്ടു എന്നുള്ള ഒരു ഉറപ്പാണ്. തെറ്റും ശരി അവിടെ നോക്കൂല. ഞാനിപ്പോൾ എൻ്റെ വൈഫിനെ കൂട്ടിയിട്ട് റോട്ടിൽ നിന്നിട്ട് ഞാൻ വൈഫിനെ കവളത്തിട്ട് തട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോൾ ഞാൻ ഇടി കൊണ്ടെന്ന് ചോദിച്ചാൽ മതി, പ്രതികരിക്കണം. എല്ലാവരും ഉണ്ടാകും കൂടെ. അത് പക്ഷേ ഒരു ആണിനാണ് ഇത് സംഭവിക്കണമെങ്കിൽ ആണിൻ്റെ കൂട്ടുകാരന്മാർ ഫോൺ ചെയ്ത് വരുത്തണം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് ഇതൊക്കെ ചെയ്യണമെങ്കിൽ. ബാക്കി നമ്മുടെ അല്ല അമ്മമാർ നല്ല പിടിക്കില്ല, അവിടെ കിടന്ന് വെച്ചാൽ. പക്ഷേ സ്ത്രീക്ക് സംഭവിച്ചാൽ സമ്മതിക്കില്ല. ഞാനിടിക്കും ആദ്യം ചാടി. അത് പെണ്ണുങ്ങളെ തല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല, ഭൂമിയിലെ ഏറ്റവും പുഴുവാണ് അവൻ. പുഴുവാണ്. കാരണം തിരിച്ച് തല്ലൂലെന്നുള്ള ഒരു ധൈര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് അവൻ ചെയ്യുന്നത്.